ലാലേട്ടാ കൂതറ. എന്ത് ലാലേട്ടനെ കൂതറാന്ന് വിളിച്ചാ നീ? അങ്ങനെ ചോദിക്കണ്ട കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. കൂതറ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ 2014 ആ ചിത്രം പുറത്തേക്ക് വന്നത്. ശ്രീനാഥ് രാജേന്ദ്രൻ ആയിരുന്നു അതിന്റെ സംവിധായകൻ. ഈ ചിത്രത്തിൽ നായകനായിട്ട് അരങ്ങേറിയത് ഭരത്. തമിഴിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ലജ്ജാവതി ആ പാട്ട് സീനിലൊക്കെ വന്ന് തകർത്ത് അഭിനയിച്ച, നമ്മുടെ പാട്ട് സീനിൽ മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ച ഭരത്, ഡാൻസ് ഒക്കെ ചെയ്യാൻ മിടുക്കനായിട്ടുള്ള ഭരത്, സണ്ണി വെയിൻ, പിന്നെ നമ്മുടെ ടോവിനോ തോമസ്, 3 പേരും കൂടി അഭിനയിച്ച് നായകന്മാരായിട്ട് നിലനിന്ന ചിത്രമാണ് കൂതറ. ഈ ചിത്രത്തിൽ ഇവരിങ്ങനെ നായകന്മാരായിട്ടൊക്കെ മാറിയെങ്കിലും നമ്മളെന്നല്ല ആ സിനിമ കാണാൻ പോയവർ ഞെട്ടിയത് ഒരു കഥാപാത്രം കണ്ടാണ്. ഉസ്താദ് സാലി. ഉസ്താദ് സാലിയെ കണ്ടാണ് എല്ലാവരും ഞെട്ടിയത്. ഞാൻ ഞെട്ടിയത് ഉസ്താദ് സാലിയെ കണ്ടിട്ടാണ്. ഉസ്താദ് സാലിയായിട്ട് വന്നത് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആയിരുന്നു. മോഹൻലാലാണ് ഉസ്താദ് സാലിയായിട്ട് കടന്നു വന്നത്. ശരിക്കും പറഞ്ഞ ഈ കൂതറ എന്ന് പറഞ്ഞിട്ടുള്ള പേര് കേട്ടപ്പോൾ തന്നെ ഈ സിനിമ കാണണമെന്നൊരു ആഗ്രഹം തോന്നി. കാരണം എന്താണ് ഈ കൂതറ പറയുന്നത് എന്നുള്ള ഒരു നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാവില്ല. എന്താണ് ഈ കൂതറ പറയാനിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതാണ് ആ പടം കാണാൻ പോയതും കണ്ടതും. പക്ഷെ പടം ഈ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ അടിച്ചേറി മുന്നോട്ട് പോകുമ്പോഴും ഈ 3 ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഈ ചിത്രത്തിന്റെ പേര് ഈ 3 കഥാപാത്രങ്ങളുടെ ജീവിത രീതിയുമായിട്ട് നല്ലതുപോലെ ചേർന്ന് വരുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഈ 3 പേരും. അവരുടെ ജീവിതത്തിലുള്ള പ്രണയവും പിന്നെ തേപ്പും കുറച്ച് അലസമായിട്ടുള്ള രീതികളും ഒക്കെ ആ പേരിനോട് ഈ ചിത്രത്തെ കൂട്ടിയിണക്കി നിർത്തുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ ഒരു നായക്കുട്ടിയുണ്ട്. ആ നായക്കുട്ടിയുടെ പേര് കൂതറ എന്നാണ്. അപ്പൊ ആ പേരിൽ നിന്നും നമുക്കത് അർത്ഥമാക്കാം, നായക്കുട്ടി നല്ലതുപോലെ വട്ടം തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഒരു കാര്യവും മുന്നോട്ട് നടത്താൻ സാധിക്കാതെ ഇങ്ങനെ ചുറ്റി തിരിയുന്നത് കൊണ്ട് തന്നെ അതുപോലെയാണ് ഈ ചിത്രത്തിന്റെ രീതിയും ഈ ചിത്രത്തിലെ 3 നായകന്മാരുടെ രീതിയും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ കൂതറ എന്നുള്ള പേര് ഈ സംവിധായകൻ വെച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഞെട്ടിച്ച ആ കഥാപാത്രം ഉസ്താദ് സാലി, അത് കിഡിലിനായിരുന്നു. BGM ഒക്കെ നല്ല സെറ്റായിട്ട് വന്ന് BGM സ്കോർ ചെയ്തത് നമ്മുടെ കിഡിലോസ്കി ആയിട്ടുള്ള ഗോപി സുന്ദറാണ് BGM ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട് അദ്ദേഹം ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു വേറെ ലെവലിലാണ് മോഹൻലാൽ അവതരിക്കപ്പെട്ടത്. ഒരു അവതാരം തന്നെയായിരുന്നു ആ സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം. കൂതറ കിഡിലൻ. ഒരു പക്ഷേ 2014 ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഈ ചിത്രത്തെ വേണ്ട രീതിയിൽ ആ മോഹൻലാലിന്റെ കഥാപാത്രത്തെ സ്വീകരിച്ചില്ല എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഈ ചിത്രം വമ്പൻ വിജയമൊന്നും ആകാതെ ഒരു നേരിയ ലെവലിൽ അങ്ങോട്ട് മുന്നോട്ട് കടന്നു പോവുകയായിരുന്നു. ചിത്രത്തിന്റെ ഒരു കഥ പറച്ചിൽ രീതി കേരളത്തിലുള്ളവർക്ക് അന്ന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഈ കഥാപാത്രം ഉസ്താദ് സാലി എന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര ജിന്നാണെന്ന് പറയണം. അതുപോലത്തെ കഥാപാത്രം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഉസ്താദ് സാലി എന്ന ഈ കഥാപാത്രത്തിനെ ഇന്നത്തെ സംവിധായകർ ആരെങ്കിലും എടുത്തിട്ടുണ്ടല്ലോ, ഒരു കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റിയിട്ട് ഒരു കിട്ടിലൻ സിനിമ ഇറക്കണം. കിട്ടും. മോഹൻലാലിന്റെ അഭിനയത്തെ അടിപൊളിയായിട്ട് കാണിക്കാൻ പറ്റിയൊരു കഥാപാത്രമാണ് ഉസ്താദ് സാലി എന്ന ഈ കൂതറയിലെ കഥാപാത്രം. ഡയലോഗും ആ ലുക്കും ആ ഒരു താടിയും ഒരു വേറെ ലെവല്. ബോട്ടിലൊക്കെ ഇങ്ങനെ നിവർന്ന് നിൽക്കണ നിപ്പൊക്കെ കിട്ടുവാണ്. അപ്പൊ ഇന്നത്തെ കുറേ സംവിധായകരുണ്ട്, മികച്ച സംവിധായകർ. അമൽ നീരദ് അടക്കമുള്ള കുറേയേറെ കിടിലൻ സംവിധായകരുണ്ട്. അവരാരെങ്കിലും ഒന്ന് നോട്ടമിട്ടിട്ട് ഉസ്താദ് സാലി എന്ന മോഹൻലാലിന്റെ കിടിലൻ ഈ കഥാപാത്രത്തെ എടുത്തിട്ടുണ്ടല്ലോ, ഒരു സമ്പൂർണ്ണ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഇറക്കണം. കിടുവായിരിക്കും. തിയേറ്ററിലൊക്കെ പെരുപ്പായിരിക്കുള്ളൂ. സ്പടിക സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായതിനൊക്കെ കിടിലൻ ജനങ്ങൾ. ഇപ്പൊ തുടരുമൊക്കെ നേടിയതിനൊക്കെ റെക്കോർഡ് കളക്ഷൻ നേടാൻ സാധിക്കും. അടിപൊളിയായിരിക്കുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമാണ് അത്. അപ്പൊ ഏതെങ്കിലും ഒരു സംവിധായകർ, ഏതെങ്കിലും ഒരു തിരക്കഥാകൃത്തിന്റെ ബുദ്ധിയിലൂടെ ഉദിച്ചു വരുന്ന ഒരു കിടിലൻ എഴുത്തായിട്ട് മാറി അടിപൊളി ഉസ്താദ് സാലി എന്ന കഥാപാത്രത്തെ എടുത്തിട്ട് കൂതറ എന്നുള്ള ഈ സിനിമയുടെ കഥയുടെ പ്രമേയമൊന്നും വേണ്ട നമുക്ക്. വേറെ പുത്തനൊരു കഥയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മോഹൻലാലിന്റെ ഒരു വമ്പൻ ഒരു കിടിലൻ സാധനം, ഒരു റീലോഡ് സാധനം, അടിപൊളി വെടിച്ചില് സാധനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ.